ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ തന്നോട് എക്കാലവും വലിയ ആദരമാണ് കാണിച്ചിട്ടുള്ളതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വെട്ടിച്ചുരുക്കാൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന് ട്രംപ് നിർദ്ദേശം നൽകി. കിം ജോങ് ഉന്നുമായി തനിക്ക് മികച്ച വ്യക്തിബന്ധമാണുള്ളതെന്നും കൊറിയൻ ഉപദ്വീപിലെ സാഹചര്യം കൂടുതൽ സുരക്ഷിതമാക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. മുൻ US പ്രസിഡന്റുമാരായ ജോ ബൈഡൻ, ബരാക് ഒബാമ എന്നിവരോടൊന്നും കിമ്മിന് താല്പര്യമില്ലായിരുന്നു. എന്നാൽ താനുമായി അദ്ദേഹം വളരെ വേഗം അടുത്തു. രണ്ട് പ്രധാന അവസരങ്ങളിൽ നേരിട്ട് കാണാനും സംസാരിക്കാനും സമയം ചെലവഴിക്കാനും സാധിച്ചു. തനിക്ക് കിമ്മിന് തിരിച്ചും കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ദക്ഷിണ കൊറിയയുമായി ചേർന്ന് സംയുക്ത സൈനികാഭ്യാസം നടത്താൻ അമേരിക്ക നേരത്തെ തീരുമാനിച്ചതിൽ തനിക്ക് ഒട്ടും സന്തോഷമില്ലെന്ന് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് വ്യക്തമാക്കി. ഇത്തരം സൈനികാഭ്യാസങ്ങൾ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ്. കൂടാതെ ഉത്തര കൊറിയയോട് തികച്ചും ശത്രുതാപരമായ സന്ദേശമാണ് ഇത് നൽകുന്നത്. തന്റെ ഭരണകാലത്ത് ഉത്തര കൊറിയ അമേരിക്കയ്ക്ക് യാതൊരു ഭീഷണിയും ഉയർത്തിയിട്ടില്ലെന്നും തികഞ്ഞ ആദരവോടെയാണ് പെരുമാറിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സൈനികാഭ്യാസം പൂർണ്ണമായി റദ്ദാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത് ഗണ്യമായി കുറയ്ക്കാൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന് നിർദ്ദേശം നൽകിയത്. അതിനിടെ ദക്ഷിണ കൊറിയയോട് ട്രംപ് കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. നിങ്ങളെ സംരക്ഷിക്കാൻ അവിടെ 39,000 സൈനികരെ കാവൽ നിർത്തിയിരിക്കുമ്പോഴും ഇറാനിലെ ചെറിയൊരു സൈനിക നീക്കത്തിന് പോലും സഹായിക്കാൻ നിങ്ങൾ തയ്യാറല്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത്? ദക്ഷിണ കൊറിയയെ സംരക്ഷിക്കാൻ അമേരിക്ക ശതകോടിക്കണക്കിന് ഡോളറാണ് ചെലവാക്കുന്നത് എന്ന് ട്രംപ് രൂക്ഷമായി ചോദിച്ചു. ഇറാൻ വിഷയത്തിൽ പിന്തുണ നൽകാത്ത മറ്റ് സഖ്യരാഷ്ട്രങ്ങളോടും ഇതേ നിലപാട് തന്നെയാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനികാഭ്യാസങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ പെന്റഗണിന് ട്രംപ് ഉത്തരവ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ പരാമർശങ്ങൾ വരുന്നത്. ഉത്തര കൊറിയയുടെ ദീർഘകാല ശത്രുതയിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ റദ്ദാക്കാൻ വൈകിയതിലുള്ള തന്റെ അതൃപ്തിയും അദ്ദേഹം പ്രകടിപ്പിച്ചു. എന്നാൽ ട്രംപിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയായി തങ്ങളുടെ സൈനിക അഭ്യാസങ്ങൾ നിശ്ചയിച്ച പ്രകാരം തന്നെ മുന്നോട്ട് പോകുമെന്ന് ദക്ഷിണ കൊറിയ അറിയിച്ചു. ഇരുപക്ഷത്തെയും ചർച്ചകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ ട്രംപ് കിം സൗഹൃദം സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിയോൾ അധികൃതർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാനും ആണവ നിരായുധീകരണത്തിനുമായാണ് ഈ ചർച്ചകൾ സംഘടിപ്പിച്ചത്. കൊറിയൻ അതിർത്തിയിലെ സൈനികരഹിത മേഖലയിലും ഇരുവരും നേരിട്ട് കണ്ടിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ വീണ്ടും എത്തിയതിന് പിന്നാലെയാണ് ഉത്തര കൊറിയയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർണായക ചുവടുവെപ്പുകൾ ട്രംപ് നടത്തുന്നത്. ദക്ഷിണ കൊറിയയിൽ ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരെയാണ് നിലവിൽ വിന്യസിച്ചിട്ടുള്ളത്. ഇവരുടെ സാന്നിധ്യവും സംയുക്ത പരിശീലനങ്ങളും മേഖലയിൽ വലിയ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ടെന്ന ഉത്തര കൊറിയയുടെ വാദങ്ങൾ ശരിവെക്കുന്നതാണ് ട്രംപിന്റെ പുതിയ നിലപാട്. ഏഷ്യൻ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഈ തീരുമാനം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നാൽ അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസങ്ങളെ ഉത്തര കൊറിയ എക്കാലവും ശക്തമായി എതിർത്തിരുന്നു. തങ്ങളെ ആക്രമിക്കാനുള്ള മുന്നൊരുക്കമായാണ് പ്യോങ്യാങ് ഇതിനെ കാണുന്നത്. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ പുതിയ തീരുമാനം ശ്രദ്ധേയമാകുന്നത്. തന്റെ ആദ്യ ഭരണകാലത്ത് കിം ജോങ് ഉന്നുമായി സിംഗപ്പൂരിലും വിയറ്റ്നാമിലെ ഹാനോയിലും ട്രംപ് ചരിത്രപരമായ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഉത്തര കൊറിയയുമായുള്ള സൈനിക അഭ്യാസങ്ങളെ എപ്പോഴും അധിനിവേശത്തിനുള്ള തയ്യാറെടുപ്പായാണ് ദക്ഷിണ കൊറിയ കാണുന്നത്. ട്രംപിന്റെ പുതിയ നിലപാടുകൾ കിം ജോങ് ഉന്നുമായുള്ള കൂടുതൽ നയപരമായ ചർച്ചകൾക്ക് കളം ഒരുക്കുമോ അതോ അമേരിക്കയുടെ പരമ്പരാഗത സഖ്യബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.